സ്ട്രേഞ്ച് ആയുള്ള കാര്യങ്ങൾ അറിയാൻ എപ്പോഴും നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരിക്കും അല്ലേ? അതായത് നല്ല പേടിയുണ്ടെങ്കിൽ പോലും നമ്മൾ പ്രേതകഥകൾ കേട്ടിരിക്കാറില്ലേ? ചരിത്രവും ചുരുളഴിയാത്ത രഹസ്യങ്ങളും ഒക്കെ കുറിച്ച് പഠിക്കാൻ നമുക്ക് വളരെയധികം ഇഷ്ടമായിരിക്കും അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇന്നൊരു 5 സ്ട്രേഞ്ച് തിങ്സിനെ പറ്റി അറിഞ്ഞാലോ? അപ്പോൾ വീഡിയോയിലേക്ക് കടക്കും മുൻപ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. 1. മൃഗങ്ങളെ കല്ലാക്കി മാറ്റുന്ന തടാകം. ടാൻസാനിയയിലെ നാട്രോൾ എന്നറിയപ്പെടുന്ന തടാകത്തിലാണ് ഈ അത്ഭുത പ്രതിഭാസം നടക്കുന്നത്. കാണുമ്പോൾ വളരെയധികം ഭംഗിയുള്ള ചുവപ്പ് നിറത്തിലാകും ഈ നദിയുള്ളത്. ഇതിലടങ്ങിയിട്ടുള്ള പ്രത്യേകതരം ആൽഗകൾ കാരണമാണ് ഈ ചുവപ്പ് നിറം ലഭിക്കുന്നത്. ഏകദേശം 60°C വരെയൊക്കെ ഈ തടാകത്തിന്റെ ടെമ്പറേച്ചർ കൂടാറുണ്ട്. ഇനി അബദ്ധം വെച്ചാൽ ഏതെങ്കിലും തരത്തിലുള്ള മൃഗങ്ങളോ പക്ഷികളോ ഇതിൽ വീണു പോവുകയാണെങ്കിൽ അവയുടെ ശരീരം കല്ലുപോലെ ആക്കി അതിനെ ഈ തടാകം പ്രിസർവ് ചെയ്ത് വെക്കും. ഇതിലെ ജലത്തിൽ ഉപ്പിന്റെ അംശം വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഇതിൽ ആൽക്കലൈൻ കണ്ടന്റുമുണ്ട്. കാൽസിഫിക്കേഷൻ എന്ന പ്രോസസ് നടക്കുന്നതിന്റെ ഭാഗമായാണ് ഇതിൽ വീഴുന്ന മൃഗങ്ങളുടെയൊക്കെ ശരീരം ഒരു സ്റ്റാച്യു പോലെ ആയി പോകുന്നത്. 2. കരയിലൂടെ നടക്കുന്ന മീൻ. ലങ് ഫിഷ് എന്നറിയപ്പെടുന്ന ഓസ്ട്രേലിയയിലും സൗത്ത് അമേരിക്കയിലും ആഫ്രിക്കയിലും ഒക്കെ കണ്ടുവരുന്ന ഒരു ശുദ്ധജല മീനിനെയാണ് ഇങ്ങനെ വിശേഷിപ്പിക്കുന്നത്. സയന്റിസ്റ്റുകൾ ഇതിനെ ഒരു ലിവിംഗ് ഫോസിൽ എന്നാണ് വിശേഷിപ്പിക്കാറുള്ളത്. അത്രയേറെ പഴക്കമുള്ള ഒരു ജീവിവർഗമാണിത്. ഗിൽസും ലങ്സും ഒരുപോലെ ഇവയുടെ ശരീരത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ കരയിലും വെള്ളത്തിലും ഒരുപോലെ ഇവയ്ക്ക് ശ്വസിക്കാൻ കഴിയുന്നു. വരൾച്ച ഉണ്ടാക്കുന്ന സമയത്ത് ചെളിയിൽ ശരീരം സ്വയം മൂടിവെച്ച് മാസങ്ങളോളം ഇവയ്ക്ക് വെള്ളമില്ലാതെ ജീവിക്കാൻ കഴിയും. 3. 40 വ്യത്യസ്ത പഴങ്ങൾ തരുന്ന മരം. അതെ, സാധാരണയായി ഒരു ചെടിയിൽ നിന്നും ഒരു തരത്തിലുള്ള പഴമാകും ലഭിക്കുക. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി ഈ മരത്തിൽ നിന്നും 40 വെറൈറ്റി പഴങ്ങളാണ് നമുക്ക് ലഭിക്കുക. ഗ്രാഫ്റ്റിംഗ് എന്ന മെത്തേഡിലൂടെ USA-യിലുള്ള സാം വാൻ അക്കെൻ എന്ന പ്രൊഫസറാണ് ഈ മരം ഡെവലപ്പ് ചെയ്തെടുത്തത്. അതായത് ഈ മരം നാച്ചുറലി ഉണ്ടായതല്ല, മറിച്ച് മനുഷ്യൻ തന്നെ ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുള്ള ഒന്നാണ്. ഒരേ ഫാമിലിയിൽ തന്നെ പെടുന്ന പീച്ച്, പ്ലം, ചെറി എന്നിങ്ങനെ തുടങ്ങുന്ന ഫ്രൂട്ടുകളാണ് ഈ മരത്തിൽ നിന്നും ലഭിക്കുക. സാധാരണ സമയങ്ങളിൽ എല്ലാ മരങ്ങളെ പോലെയും കാണപ്പെടുന്ന ഈ മരം പഴങ്ങളുടെ സീസൺ ആകുമ്പോൾ പഴങ്ങൾ കൊണ്ട് നിറയും. 4. മരണമില്ലാത്ത ജെല്ലി ഫിഷ്. അതെ, കേട്ടത് ശരി തന്നെ. ജപ്പാനിലെയും മെഡിറ്ററേനിയനിലെയും കടലിൽ കാണപ്പെടാറുള്ള ടുറിട്ടോപ്സിസ് ഡോർണി എന്ന നമ്മുടെയൊക്കെ നഖത്തിന്റെ അത്ര മാത്രം വലിപ്പം വരുന്ന ഒരു കുഞ്ഞു ജെല്ലി ഫിഷിനെ പറ്റിയാണ് ഈ പറയുന്നത്. ഇവയുടെ പ്രത്യേകത എന്തെന്നാൽ ഇവർക്ക് അവരുടെ പ്രായം റിവേഴ്സ് ഇട്ട് പിന്നും യുവത്വത്തിലേക്ക് എത്തിപ്പെടാൻ കഴിയും. അതായത് ഇതിന് പ്രായമാകുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും വിധമുള്ള ഇഞ്ചുറി പറ്റുമ്പോഴോ ഇവയ്ക്ക് പിന്നും പഴയ സ്റ്റേറ്റിലേക്ക് മാറാൻ കഴിയുന്നു. അതുകൊണ്ട് തന്നെ ശാസ്ത്രജ്ഞർ ഇവയെ ബയോളജിക്കലി ഇമ്മോർട്ടൽ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. 5. ഉപ്പ് കൊണ്ടുണ്ടാക്കിയ ഹോട്ടൽ. അതെ, ബൊളീവിയയിലുള്ള ഹോട്ടൽ ഡെസാലിനെയാണ് ഇങ്ങനെ അറിയപ്പെടുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സാൾട്ട് ഫ്ലാറ്റായ സാലർ ഡെ ഉയൂനിയുടെ അടുത്തായി സ്ഥിതി ചെയ്യുന്ന ഈ ഹോട്ടലിലെ ചുമരുകളും കട്ടിലും ടേബിളും എല്ലാം സോൾട്ട് ബ്ലോക്കുകൾ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളവയാണ്. മഞ്ഞുള്ള ഒരു സ്ഥലത്തെത്തിയത് പോലെയാകും ഇവിടുത്തെ ചുറ്റുപാടും. കാരണം അത്രയ്ക്കും വെള്ളയും തിളക്കമുള്ളതുമായ ചുറ്റുപാടാകും അവിടത്തേത്. ഇനി ഉപ്പ് കൊണ്ട് തന്നെ ആണോ എന്നറിയാൻ അവിടുത്തെ ചുമരുകളൊന്ന് നക്കി നോക്കാൻ അവർ ടൂറിസ്റ്റുകളെ അനുവദിക്കാറില്ല. അതോടൊപ്പം തന്നെ ആ പരിസരം വൃത്തിയായി സൂക്ഷിക്കാനും ഡ്രൈ ആയി വെക്കാനും സ്ട്രിക്റ്റ് ആയുള്ള റൂൾസ് അവിടെയുണ്ട്. എന്തായാലും വേറെ എവിടെയും കിട്ടാത്ത യുണീക്ക് ആയുള്ള എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുമെന്നത് തീർച്ചയായ കാര്യം തന്നെയാണ്. എന്തൊക്കെ വ്യത്യസ്തതകൾ നിറഞ്ഞ കാര്യങ്ങളാണല്ലേ നമുക്ക് ചുറ്റുമുള്ളത്. ചിലത് കൗതുകം നൽകും, ചിലതൊക്കെ അറിയുമ്പോൾ ആശ്ചര്യം തോന്നുമല്ലേ? നിങ്ങൾക്ക് ഇങ്ങനെയുള്ള എന്തെങ്കിലും കാര്യം അറിയാമോ? എങ്കിലത് കമന്റ് ബോക്സിൽ പറയണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യൂ. ഇനിയും ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.